നിങ്ങൾ അക്രമം കാണിക്കരുത്. അയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്ന പൊതുബോധത്തിന്റെ കാലൂന്നി നിന്നിട്ട് മറ്റൊരാളോടും നിങ്ങൾ അക്രമം കാണിക്കരുത്. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ നിരോധിച്ചതല്ലേ, വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. അള്ളാഹു നിങ്ങളെ നിരോധിച്ചതാണെന്ന് മിമ്പറുകൾ വെള്ളിയാഴ്ച വിളിച്ചു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പാതകമാണ് വൽ ബഗി. നിങ്ങൾ അക്രമം കാണിക്കരുത്, ബലഹീനനെ നിങ്ങളെ അടിച്ചമർത്തരുത്. ഏറ്റവും പെട്ടെന്ന് ദുനിയാവിൽ തന്നെ ശിക്ഷ ലഭിക്കുന്ന പാതകമാണ് അക്രമം. സഹോദരാ, ഈ 2020 അവസാനത്തെ ദിനരാത്രങ്ങൾ, ഈ ഡിസംബറിന് അവസാനത്തെ ദിനരാത്രങ്ങൾ എത്ര അക്രമങ്ങളാണ് നാം കണ്ടത്. ഒരു നിസ്സാരമായ 2 കിലോമീറ്റർ മാത്രം വൈപുല്യമുള്ള ഒരു വാർഡിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അതിന്റെ പരാജയവും ജയവും അംഗീകരിക്കാൻ കഴിയാതെ എത്രമേൽ ക്രൂരമായിട്ടാണ് മാനവാ നീ അക്രമം കാണിച്ചത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്ര നിരപരാധിയുടെ കണ്ണുനീരാണ് വീണത്, എത്ര നിരപരാധികളായ ചെറുപ്പക്കാരുടെ രക്തമാണ് വീണത്, എത്ര യൗവനമാണ് കുടൽമാല വലിച്ചെറിഞ്ഞ റോഡിൽ അനാഥമായത്. 6 മാസം ഗർഭിണിയായ പെണ്ണാണ് വിധവയായത്. ജനിക്കാൻ പോകുന്നതിന് മുമ്പേ കാസർഗോഡ് കൊല ചെയ്യപ്പെട്ട ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് വരിച്ച പെണ്ണെ, ആ പെണ്ണിന്റെ ഉദരത്തിൽ കിടക്കുന്ന 6 മാസം പ്രായമുള്ള ബാല്യമേ, പൊന്നുമോനെ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. നീ എന്ത് തെറ്റാണ് ചെയ്തത്? സൂര്യന്റെ വെളിച്ചം പോലും നീ കണ്ടില്ലല്ലോ, ഈ ഭൂമി പോലും നിന്റെ കണ്ണ് കണ്ടില്ലല്ലോ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഇരിക്കവേ അനാഥനെന്ന മേൽവിലാസം പേരേണ്ടി വന്ന മക്കളെ കാണുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാണ്. ആരോടാണ് പറയുക? ഒരു പരാജയം പോലും അംഗീകരിക്കാൻ കഴിയാതെ കുടൽമാല പിച്ചിച്ചീന്ന അസുരകാലത്തോടാണ് പറഞ്ഞത്. തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക. ആ കലാപകാലത്തെ സ്നേഹത്തിന്റെ മൗനാനുരാഗത്തിന്റെ മന്ത്രച്ചടലിൽ കോർത്തെടുത്ത പ്രവാചകനെ കവി ഇങ്ങനെയാണ് ചിത്രീകരിച്ചത്. തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക. കുടൽമാല പിച്ച് ചീന്തി ഒരു സമൂഹത്തോട് അരുതേ എന്ന് പറഞ്ഞ് സ്നേഹം പറഞ്ഞുകൊടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ ഹബീബായ നബി തങ്ങളാണ് പറഞ്ഞത്, ഭൂമിയിലെ ഏറ്റവും പെട്ടെന്ന്